സൂതമനോടെ അയാളെ എങ്ങോട്ടാ മാറ്റിയത്? വെറുതെ എന്റെ മുമ്പിൽ വന്ന് നിന്ന് പിച്ചും പെയ്യും പുലമ്പല്ലേ സാറേ. കേരള പോലീസിന്റെ ജോലി ഞാനാണോ എടുക്കണ്ടേ? അത് കണ്ടുപിടിക്കാനല്ലേ മാസാമാസം ശമ്പളവും തന്ന് നിങ്ങളെപ്പോലുള്ളവരെ സർക്കാർ തീറ്റിപ്പോറ്റുന്നത്. അയാളെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ കഴിവുകേടാണെന്ന് പറയുന്നതാണ് നല്ലത്. സുഗതമേനനെ ഏത് പാതാളത്തിലേക്ക് താഴ്ത്തിയാലും ഭൂമി തുറന്നു ചെന്നിട്ടായാലും അയാളെ കണ്ടുപിടിക്കാനുള്ള ശേഷി കേരള പോലീസിനുണ്ട്. ഞങ്ങൾ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നാ പിന്നെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഒന്ന് ഈ വീരവാദം മുഴക്കിയാ പോരെ? ഈ കളി അവസാനിപ്പിക്കാറായെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നാ ഞാൻ. അയ്യോ, സാറിനെ പോലുള്ള വലിയ ആളുകളോടൊന്നും ഏറ്റുമുട്ടാൻ നമ്മൾ ആളല്ലേ. ഞാൻ എന്റെ വഴിക്ക് പോകുന്ന ഒരു പാവം. സാറാണെങ്കിലോ കേരള പോലീസിന്റെ മുഴുവൻ ശക്തിയും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന അതിബുദ്ധിമാനായ പോലീസ് ഓഫീസർ. ഒരു കളിക്ക് നമ്മളില്ലേ? ഒന്നിപ്പിഴച്ച 3 കണക്ക്. ഒരു തവണ നിങ്ങളെ ആളുകൾ വെട്ടിയെറിഞ്ഞെന്നെ നിലത്തിട്ടു. സാറിന് നല്ല ആയുസുണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് തീർന്നേനെ. സാറിന്റെ ഭാഗ്യം. അന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ് നിങ്ങളുടെ ദൗർഭാഗ്യം. ഇപ്പൊ നിങ്ങൾ അയച്ച ഷാർപ്പ് ഷൂട്ടറിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് തലനാരഴയ്ക്കാം. അതൊന്ന് നേരിൽ കണ്ട് മുഖാമുഖം പറഞ്ഞിട്ട് പോവാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല സാറേ, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോന്നിനെ ഇറങ്ങിത്തിരിക്കുമ്പോ ഇങ്ങനെ ചിലതുകൂടി വരുന്ന മുൻകൂട്ടി ആലോചിക്കണായിരുന്നു. സുഗതമേനനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ അയാളെ പൊക്കിയെടുക്കും, കോടതി കൊണ്ട് നിർത്തുകയും ചെയ്യും. എന്നാ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. സാറ് ചെല്ല്. അവന്തിയെ, അടുത്ത ഏറ്റുമുട്ടലിന് തയ്യാറായിക്കോ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇനിയുള്ളത് അവന്തികയുടെ അവസാനത്തെ ഏറ്റുമുട്ടലായിരിക്കും. എന്റെ ജീവിതം തന്നെ ഒരു ഏറ്റുമുട്ടലാ സാറേ. അതില് ആദ്യത്തേതോ അവസാനത്തേതോ ഒന്നും ഇല്ല. മുന്നിൽ വന്ന് നിൽക്കുന്ന ശത്രുവിനെ ഒരു ദയയില്ലാതെ അവസാനിപ്പിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ ഈ അവന്തികയ്ക്ക്. ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് ഈ കാണുന്ന അഹങ്കാരത്തിന്റെ അടിവേറിറക്കാൻ ഞാൻ ഇനിയും വരും. അന്ന് എന്റെ കയ്യിലൊരു കൈവിലങ്ങുണ്ടാവും. ആ കൈവിലങ്ങ് അനിരുദ്ധന്റെ കൊലപാതകിയുടെ ഈ കയ്യിൽ ഞാൻ അണിയിച്ചു തരും. ഇത് ഞാൻ വാശിക്ക് വേണ്ടി പറയുന്ന വെറും വാക്കല്ല, എന്റെ പ്രതിജ്ഞയാ. അത് ഞാൻ നിറവേറ്റിരിക്കും. സാർ കൊണ്ടുവരുന്ന ആ കൈവിലങ്ങിന് വേണ്ടി ഇപ്പൊ മുതൽ ഞാൻ കാത്തിരിക്കാൻ പോവാ. കാണാം. ഓ, കാണാം. അച്ഛനെന്താ കരയാണോ? അയ്യേ, എന്താ അച്ഛ ഇത്? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ അച്ഛൻ വിഷമിക്കുന്നേ? അമ്മ എവിടെ? അമ്മ ഇപ്പഴാ വീട്ടിലേക്കൊന്ന് പോയത്. വേഗം വരുവേ.